ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടുമായി വന്നിരിക്കുകയാണ് ഗായ്സ്. എന്തിൻ്റെ വൺ ബ്ലോക്കിൻ്റെ. അപ്പം നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ലൈക്ക് ഇവിടെ കുറച്ച് വീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നട്ടിട്ട് ഇവിടെ 2 പംകിനാണോ അറിയില്ല കേട്ടോ. ഓക്കെ, അതൊക്കെ നമ്മൾ നട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പാർട്ടിൽ. അപ്പം ഇന്ന് നമുക്ക് കുറച്ചധികം ഗ്രൈൻഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കണം. ഇത് പോരാ, നമുക്ക് അത്യാവശ്യം വലിയൊരു പ്ലാറ്റ്ഫോം തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള പണി നമുക്ക് അതിന് തുടങ്ങാം. നമുക്ക് കുറച്ച് ഗ്രൈൻഡിങ് ആദ്യം ചെയ്യാം. നമ്മളെ പിക്കാക്സൊക്കെ പൊട്ടാറായി തുടങ്ങി. പക്ഷെ എന്ത് ചെയ്യാനാണ് നോക്കണേ. നമുക്ക് ഇപ്രാവശ്യം അയൺ ആവാൻ പറ്റുമോയെന്ന് അറിയില്ല, നോക്കണം. അയണൊക്കെ ആവാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് അടിപൊളിയാവും. അയണിൻ്റെ ഫുൾ സെറ്റ് ആർമറൊക്കെ ആവുകയാണെങ്കിൽ. ഇവിടുന്ന് ബ്ലോക്ക് വരാത്ത. പിന്നെ ഞാൻ കളിക്കണത് ഇപ്പോൾ പുതിയൊരു സെർവർ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് 1 ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞൊരു സെർവറും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെർവറിലാണ് ഞാൻ ഈ കളിക്കണത് കേട്ടോ. ഓക്കെ, ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് ഇപ്പോഴൊന്ന് പറഞ്ഞുതരാനാണ്. ഞാൻ കഴിഞ്ഞ പാട്ടിൽ പറയാനായിട്ട് വിട്ടുപോയി. ഓക്കെ, കണ്ടോ, ഈ 1 ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സെർവറാട്ടോ. ഇതിലാണ് ഞാൻ കളിക്കണത്. ഓക്കെ, അപ്പം ഇനി ഡൗട്ടിങ് ആർക്കും വേണ്ടാന്ന് വെച്ചാണ് ഞാൻ ഇപ്പോഴേ പറയണത്. ഓക്കെ, നമുക്ക് ചെസ്റ്റ് കിട്ടി. ഗോൾഡൻ ക്യാരറ്റ്. കുറച്ച് ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നൈസായിട്ടുണ്ട്. ഇത് അത്യാവശ്യം കൊള്ളാം. പംകിൻ സീഡ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, നേരെ ഇരുട്ടി തുടങ്ങി. എന്താ ചെയ്യുക, പൊട്ടാറ്റോയുടെ ഫാം നടത്തണമല്ലേ കുറച്ചുകൂടി നല്ലത്. ലൈക്ക് നമ്മൾ പൊട്ടാറ്റോ എടുക്കുകയാണെങ്കിൽ തന്നെ ഉപകാരമാണ് ആ കാര്യത്തിൽ. നമുക്ക് അയൺ സ്മിറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇവിടെ വല്ലയിടത്തേലും ബാക്കി വല്ല അയൺ വരുന്നുണ്ടെങ്കിൽ ഗോൾഡൻ ക്യാരറ്റൊക്കെ എടുത്ത് വയ്ക്കാം. അതാണ് നല്ലത്. ഗോൾഡൻ ക്യാരറ്റൊക്കെ എടുത്ത് വയ്ക്കാം, ആവശ്യം വരും. നമ്മളെങ്ങാനും ചത്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് കോബിൾ സ്റ്റോൺ ഇരിക്കട്ടെ കയ്യിൽ. നമുക്ക് ടൂൾസ് വേണം. നമുക്ക് ടൂൾസ് ഇല്ല. ഓക്കെ, ടൂൾസ് ഇല്ലാത്തതാണ് ഒരു വലിയൊരു പ്രശ്നം. നമുക്ക് ചെസ്റ്റ് അങ്ങ് എടുക്കാം. ചെസ്റ്റ് നമുക്ക് അങ്ങ് തൂക്കാം. പീരോട്ട് മെൻഡിങ്ങോ, എൻ്റെ ദൈവമേ, മെൻഡിങ്ങോ ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെയാവും എന്തായാലും ആദ്യമായിട്ട് ഈ സെർവറിൽ മെൻഡിങ് കിട്ടിയ ആൾ കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നു. മെൻഡിങ് ഭയങ്കര റെയറാണ്. ഓക്കെ, മെൻഡിങ് ഭയങ്കര റെയറാണ്. നമുക്ക് മെൻഡിങ് ഇങ്ങനെയുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഭയങ്കര റെയറായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. രണ്ട് ഗോൾഡൻ ആപ്പിൾ കിട്ടി. ടോട്ടലി നമുക്ക് ഇപ്പോൾ 3 ഗോൾഡൻ ആപ്പിൾസ് ഉണ്ട്. 4 ഗോൾഡൻ ആപ്പിൾസ് ഉണ്ട്. അത് നല്ലൊരു പരിപാടി കേട്ടോ. എന്താ, എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ. ഓക്കെ, ഐ തിങ്ക് ഇത് ആവുന്നില്ല. അതിൻ്റെ ആനിമേഷൻ വരാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ. ഓക്കെ, നമുക്ക് ചെസ്റ്റ് കൊള്ളാട്ടോ. ഇങ്ങനെ ചെസ്റ്റ് കിട്ടട്ടെ ഇനി ഒന്നുകൂടി. ഒരു ഗുഡ് സ്റ്റോറേജ് ഏരിയ തന്നെ ഉണ്ടാക്കണം. ഇവിടെ തന്നെ വെക്കണം എന്നാണ് എൻ്റെ ആ ഒരു ഇത്. നമുക്കിനി കുറച്ചും കൂടിയും പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, ആദ്യം അങ്ങനെ ചെയ്യാം നമുക്ക്. പിന്നെ ടൂൾസ്, വുഡ്, നമുക്ക് സ്റ്റിക്സ് ഇല്ല. നമ്മളിവിടെ ഒരു തൈ വെച്ചിട്ട് ഇതുവരെയും വളർന്നിട്ടുമില്ല രണ്ടും. എന്താ അവസ്ഥ നോക്ക്. ഇത് രണ്ടും വളരാണെങ്കിൽ അത്യാവശ്യം നല്ലതല്ലേ ഇത്. നമുക്ക് എപ്പോഴേ തന്നെ ആർമർ ആവാൻ പറ്റും. ബട്ട് നമുക്ക് പിക്കാക്സ് ആവശ്യമാണ്. ആദ്യം ഇതൊന്ന് പൊട്ടിയിട്ട് നമുക്കിത് ഇട്ടെടുക്കാം. പിന്നെ എന്തിട്ട് വേണ്ട, നമുക്ക് ഒരു പിക്കാക്സ് മാത്രം ഉണ്ടാക്കാം. ടൂൾസും കാര്യങ്ങളൊക്കെ കൂട്ടിയിരിക്കട്ടെ. നമുക്ക് പ്ലാറ്റ്ഫോം സെറ്റാക്കണം. അല്ലെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. എങ്ങാനും നമ്മുടെ കൈ തട്ടി ചെസ്റ്റ് എങ്ങാനും പൊട്ടിയാൽ പിന്നെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതിരിക്കുന്നു. ഇവിടെ നമുക്ക് മണ്ണിട്ടങ്ങ് മൂടാം.
അതാണ് ഇവിടെ അത്യാവശ്യം കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി. മണ്ണിട്ട് മൂടാണെങ്കിൽ ഓക്കെ കറക്റ്റ് കണ്ടോ. ഹോയ എവിടെ പോയി നമ്മുടെ? അതെ, നമുക്കിതങ്ങ് ഫാമിന് വേണ്ടി യൂസ് ചെയ്യാം. വെള്ളമില്ല, അതാണ് നമ്മുടെ ഒരു പ്രശ്നം. വെള്ളത്തിന് ക്ഷാമമാണ് ഇവിടെ മൊത്തം. എന്താപ്പോൾ ചെയ്യാൻ? വെള്ളത്തിന് വേണ്ടി നമ്മുടെ ഒരു വെള്ളമുണ്ട്, ബട്ട് ഇതെങ്ങാനും നമുക്ക് ആവശ്യം വന്നാലോ? ഓ, വീഴാണ്ട് നോക്കണം. ഓക്കെ, നമ്മളോട് ഒപ്പിച്ചിട്ടുണ്ട് വെള്ളം. എന്തായാലും ഒരു വാട്ടർ ബക്കറ്റ് തന്നെ ഓടിരിക്കട്ടെ. അന്ന് നമുക്ക് മെൻഡിങ് കിട്ടിയിട്ടോ. മെൻഡിങ് നമ്മൾ ഒന്നെങ്കിൽ ഇതിൻ്റെ ആർമറിലൊക്കെ നമ്മൾ ഇടണം. ഓക്കെ, നമുക്ക് ഗ്രൈൻഡിങ് തുടങ്ങാം, നമുക്കിവിടെ പണി തുടങ്ങാം. ഇതിലെന്താ? ഓക്കെ, നമുക്ക് അയൺ കിട്ടി. ഒരു നെയിം ടാഗ് കിട്ടി. നെയിം ടാഗ് ഭയങ്കര യൂസാണ്. പക്ഷേ ഇത് ചെയ്യുന്നത് നമുക്ക് മറ്റേ നെയിം ടാഗിൽ പേരിടുന്ന ഇത് വേണം. വെറൈറ്റി എന്തെങ്കിലും വരണേ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്കിതൊന്നും ആവശ്യമില്ല. നമുക്കൊരു ഇതൊക്കെ പൊട്ടിപ്പോയുള്ള അവസ്ഥയാണ്. ഓക്കെ, ഇതെന്താ? പിന്നെയും ഗോൾഡൻ ആപ്പിളോ? എൻചാൻറ്റഡ് ആപ്പിളോ? ഗായ്സ്, ഇത് കളി വേറെ കേട്ടോ. എന്തത്? എൻചാൻറ്റഡ് ആപ്പിൾ പിന്നെയും കിട്ടിട്ടോ. ഇത് പൊളിക്കും കേട്ടോ. ഇത് എൻചാൻറ്റഡ് ആപ്പിൾ പിന്നെയും കിട്ടുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ലൂട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ സംബന്ധിച്ചോളം ഇതൊക്കെ വലിയ കാര്യമില്ലേ. സ്റ്റോറേജ് കൂടിയല്ലോ കുറേ. ഇതൊക്കെ വിലയോട് ഗുണമുണ്ടോ ഇതിനോണ്ട്? എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് നൈസായിട്ട് വെക്കാം. പിന്നെന്താണ് ജസ്റ്റിൽ? ഓക്കെ, നമുക്കിത് ഇങ്ങനെ തന്നെ കുഴിക്കാം. ഓ, പൂവല്ലേ. ഓ, നമുക്ക് എന്തൊരു എൻചാൻറ്റഡ് ബുക്ക് കിട്ടിയില്ലപ്പോൾ. ഓ മൈ ഗോഡ് ബ്രോ, വീണ്ടും എൻഡിങ്ങോ? മൈൻക്രാഫ്റ്റിന് വട്ടായോ ഇനി? മിൻഡിങ് ആണല്ലോ ഫുള്ളും. നോൺ സ്റ്റേപ്പിളൊക്കെ ഇപ്പോൾ 2 എണ്ണം ഇപ്പോൾ കിട്ടണം കേട്ടോ. ഒരു ഇതില്ല. XP ബോട്ടിൽസൊക്കെ ഭയങ്കര ഗുണമുള്ള സാധനം. നമുക്ക് വേറെയും പിന്നെയും XP കിട്ടിയല്ലോ നമുക്ക്. അത് കാണാനില്ലേ? അത് കാണാനില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ നല്ല OP സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലിരിക്കട്ടെ, സിസ്റ്റം ഇരിക്കട്ടെ. എൻചാൻറ്റഡ് ആപ്പിളൊക്കെ എന്താല്ലേ? പൊട്ടി നമ്മുടെ പിക്കാക്സ് പൊട്ടി തുടങ്ങി. നമുക്ക് ഇനിയാണ് കുറച്ചും കൂടി ഇത് വുഡ് ആവശ്യമില്ല. നമുക്ക് പ്ലാറ്റ്ഫോം ഇനി ക്രിയേറ്റ് ചെയ്യണം. ഇത് പോരാ, നമ്മൾ ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോയി. തീരെ ഇനി സ്ഥലമില്ല കണ്ടോ. തീരെ സ്ഥലമില്ല. നമുക്ക് കുറച്ചുകൂടി ബിൽഡ് ചെയ്യണം. അതിനായിട്ട് സ്ലാബ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് സ്ലാബാണ് മെയിൻ. സ്ലാബ് ആകുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഇരുന്നോളും. അത്ര ഇത് വരില്ല കാര്യത്തിൽ. അത്യാവശ്യം സ്ലാബ് ഉണ്ടാക്കണം. 42 സ്ലാബ് ഉണ്ടാക്കിട്ടോ. ദൈവമേ, ഇത് കുറച്ചധികം കൂടിപ്പോയോ ഒരു ഡൗട്ട്. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മൾ നേരത്തെ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാം. നമ്മളിതിന് ചാവാണ്ട് സൂക്ഷിക്കാം. നമുക്ക് ഇവിടെയൊക്കെ ഇനിയും സ്ഥലം വേണം. പക്ഷെ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോവാം. അവിടെ ആകുമ്പോൾ കുറച്ച് ഇതും വെക്കാനുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ അങ്ങ് പോയി. എന്ത് ചെയ്യാനാ നോക്ക്.
സ്ലാബൊക്കെ പെട്ടെന്ന് കഴിയും, അതാണ് ആ സ്ലാബിൻ്റെ ഒരു പ്രത്യേകത. പെട്ടെന്ന് കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ എല്ലാ കാര്യവും. ഓക്കെ, നമുക്കിനി അങ്ങോട്ടൊന്ന് കുറച്ച് വീതി കൂട്ടണം. ഇത് പോരാട്ടോ, താൽക്കാലിക സംഭവമാണെങ്കിലും എനിക്കറിയില്ല. ഈ പൂക്കളൊക്കെ എന്തിനാണ് എൻ്റെ കയ്യിലിരിക്കണേ? കുറേ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. ഹേബയിലൊക്കെ ഉണ്ട്, നമുക്ക് ബ്രെഡൊക്കെ ഉണ്ടാക്കാം. പക്ഷെ നമുക്കധികം ഹങ്കറൊന്നും വരുന്നില്ലല്ലോ. ഹങ്കർ വരാണെങ്കിലാണ് അതിൻ്റെ ഇതുണ്ടാവുള്ളൂ. ലീവ് ഒരു ബക്കറ്റ് ഇങ്ങ പോരെ. പിന്നെ നല്ല സെറ്റാണ്, ഒക്കെയാണല്ല. പിന്നെ ഇവിടെയും കുറച്ച് ഇത് വെക്കണം. നമ്മൾ ഹോ വെച്ചിട്ട് പൊട്ടാറ്റോ തന്നെ ഇവിടെ നടാം. ഓക്കെ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒക്കെ നമ്മുടെ പിക്കാക്സിന് പണി തുടങ്ങാം. പിക്കാക്സ് ആണെങ്കിൽ മെയിൻ താരം. നമുക്ക് ഒപ്പം എന്തെങ്കിലുമൊക്കെ കൂട്ടി പിടിക്കണം. അതായത് നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം, വെറുതെ ഒരു സുരക്ഷയ്ക്ക്. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മൾ ഇത്ര നേരം ചെയ്തൊന്നും വലിയ കാര്യമില്ലല്ലോ. ഓക്കെ, ഓ നമുക്ക് ഇവിടെ ഒരു മരം കിട്ടിയിട്ടുണ്ട്. അമ്പോ, ഓക്കെ, അത് വളർന്നു. അത് നല്ലതുപോലെ തന്നെ വളർന്നു. ആർമർ സെറ്റ് എന്തായാലും ഇവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ആർമർ നല്ല ആവശ്യം. നമുക്ക് കുറച്ചധികം ഇത്ര നേരം ഗ്രൈൻഡ് ചെയ്തതല്ലേ, ഒരു ഉപകാരമുള്ളത് എന്തെങ്കിലും ആയാലോ എന്ന് ആലോചിച്ചിട്ടാ. ഇതിവിടെ ഇരിക്കട്ടെ. 2. ഓക്കെ, നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. മരം ഇപ്പോൾ കുഴിക്കാൻ നിൽക്കണ്ട നമുക്ക്. ഓക്കെ, എന്താണ് ജസ്റ്റ് ഓക്കെ. ഗോൾഡൻ ആപ്പിൾ, എൻ്റെ പൊന്നെ, ഇത് കുറേ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ. ഇതെല്ലാം ഒന്നും അതിൽ വെക്കണ്ട, ആവശ്യമുള്ളത് ഇങ്ങനെ പോയി. നോട്ട്സ് ടേബിളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കണം. ലീഡ് കയ്യിലിരിക്കില്ല, എന്തെങ്കിലും ഒരു മോബ് കൂടി സ്പോൺ ആവണം. അതിനാണ് ഞാനിപ്പോൾ കിടന്നിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത്. ഏതെങ്കിലും ഒരു മോബ് സ്പോണായ ഓ ധാന്യങ്ങൾ. ഓക്കെ, ധാന്യങ്ങൾ കിട്ടി നമുക്ക്. ഇത് നോക്കിയേ, ഈ ഒരു സിസ്റ്റം ഫുള്ളും ഇതാ, മനസ്സിലായി. നമ്മൾ കുറേ ഗ്രൈൻഡ് ചെയ്തു. ഓക്കെ, നമ്മളിവിടെ ഒരു മരം വളർന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്തെങ്കിലും ചെയ്യണം. ഓ കണ്ടോ, നമ്മളിങ്ങനെ അറിയാണ്ട് ആക്സിഡൻ്റിൽ ഇതൊക്കെ പൊട്ടിച്ചാലോ എന്നുള്ളൊരു ഇതുണ്ട്. ഇതെന്ത് സംഭവം, എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞോട്ടോ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ പോലെ ഇത് കളിക്കുകയാണെങ്കിൽ, ഇതിനെ പറ്റി വല്ല അറിയണമെങ്കിൽ എന്ന് പറഞ്ഞു തരണേ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാവില്ല. ഇപ്പോൾ വീണിരുന്നു. അങ്ങോട്ട് കുറച്ച് നമുക്ക് കൊണ്ടുപോകണം. കുറച്ച് വീറ്റ് കിട്ടി നമുക്ക്. വീറ്റ് അല്ലല്ലോ, സീഡ്സ്. ഓക്കെ, ഇവിടെയൊക്കെ ഇങ്ങനെ വളർന്നു തുടങ്ങി. സീഡ്സ് അത് ബീട്രൂട്ടിൻ്റെ, ഇത് പംകിൻ്റെ. ഞാൻ ചോദിച്ചത് മെലനാണെന്ന്, പക്ഷെ ഇത് പംകിനാണ്. ഓക്കെ, ഇത് പൊട്ടിക്കാം. ഇത് പുതിയതായിരുന്നോ? വാട്ട്, വീണ്ടും ജസ്റ്റോ? ഓക്കെ, വെയിറ്റ്. ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളത്തിൻ്റെ കുറവാണുള്ളത്. പൊട്ടാറ്റോ
ഓക്കെ 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 ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. നമുക്ക് ഈ മരം മാറ്റുകയാണെങ്കിൽ കൊള്ളായിരുന്നു. നമുക്കിപ്പോൾ ഇവിടെ നിന്നുണ്ടോ, ഇവിടെ നമ്മൾ കുറച്ചധികം പ്ലാറ്റ്ഫോം ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു 3 അടിയും കൂടി വേണം, എന്നാലേ കറക്റ്റ് ആ ലെവലിലേക്ക് എത്തുള്ളൂ. മരമുണ്ട് നമ്മുടെ കയ്യിൽ, അതാണ് കുറച്ചുകൂടി നല്ലൊരു കാര്യമായിട്ട് തോന്നി. നമ്മളിങ്ങനെ എടുത്തു വയ്ക്കാൻ കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. മരത്തിൽ നിന്ന് വല്ല ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഡ്രോപ്പ് ആവണം. ഒന്നുകിൽ എഫ്ക്ക് നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഡ്രോപ്പ് ആവാൻ വേണ്ടി കാത്തിക്കണം. പക്ഷേ അതിനേക്കാളും നല്ലതാണ് നമുക്കിപ്പോൾ പണിയണത്. ഇങ്ങനെ സീഡ്സൊക്കെ ഉണ്ട്. നമുക്ക് പംകിനൊന്നും ഈ നേരത്ത് പണിയുണ്ട്. പംകിനോണ്ട് ഇപ്പോഴത്തേക്ക് വല്ല ഗുണമോ എന്തെങ്കിലും ഉണ്ടോ? മെലണാവുമ്പോൾ പിന്നെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് ബീട്രൂട്ട് നടാം. ഓക്കെ, അത്യാവശ്യം ഫാമിംഗ് ഏരിയ പോലെ ആയി. പക്ഷെ നമുക്കത് പോരാ, നമുക്കിനി വേണം. ഇതുപോലെ ഇനിയും കുറേ ബിൽഡ് ചെയ്യാനുണ്ട്. ഇവിടെ ഇനി ഇഷ്ടംപോലെ ബിൽഡ് ചെയ്യാനുണ്ട്. ഒറ്റ മിനിറ്റ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കാരണം ഞാനിപ്പോൾ അങ്ങോട്ട് വീണായിരുന്നു കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമായി പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടാനൊക്കെ ഒരു അറിയാലോ, ഒരു ധൈര്യമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ഓക്കെ, ഫോണിലാണ് കളിക്കുക, നമുക്ക് വലിയ PC ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫോണിലാണ് നമ്മൾ കളിക്കുന്നത്. ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇനിയും കുറച്ച് ഡെവലപ്പൊക്കെ ആവാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാ അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് കുറച്ചധികം പറഞ്ഞല്ലോ, ക്രാഫ്റ്റിംഗ് ടേബിൾ അടിയിൽ വെച്ചുകൊണ്ട് ഒരു ഇതില്ല, മേളിൽ വെക്കണമായിരുന്നു. പക്ഷേ ഞാൻ മേളിൽ വെച്ചിരുന്നത് സ്ലാബ്സ് കോണാട്ടോ. ഇങ്ങനെ ഞാൻ ഉള്ള കാര്യം പറയാം, എനിക്ക് ഇങ്ങനെ ചാടുമ്പോഴാണ് ഇത്ര പ്രശ്നം വരുന്നത്. ചാടുമ്പോൾ ഭയങ്കര നിലത്ത് വീഴോ എന്നുള്ള ടെൻഷൻ. ഞാൻ ചോദിച്ചിട്ട് ഞങ്ങൾ എന്തിനാ ഈ കയ്യിൽ ഈ സാധനം കൊണ്ട് ചെറുക്കണത്? അവിടെ ഇരിക്കട്ടെ. ലാഡർ ഉണ്ട്, പിന്നെ ഓക്കെ ഇത്ര സാധനങ്ങളുണ്ട് ഓൾറെഡി. ഹാബിയിൽ ഇതൊക്കെ എന്താ, നമ്മളിതൊന്നും എടുത്ത് വെച്ചില്ലായിരുന്നു. ഓക്കെ, 10 എണ്ണ ഗോൾഡൻ ക്യാരറ്റ്. ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കാം, നമുക്ക് ഹങ്കർ വന്നു തുടങ്ങി. നട്ട് പിടിപ്പിക്കാൻ വല്ല വഴിയുണ്ടോ നോക്കണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ വിള റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവിടെയും കൂടി ഇതാക്കണം. ഓക്കെ, എനിക്കൊരു ഐഡിയ ഉണ്ട്. ലൈക്ക് ഇവിടെ ഇങ്ങനെ വന്നിട്ട് വെയിറ്റ്. പൊട്ടിക്കാണ്, പൊട്ടിച്ചിട്ട് വല്ല ബ്ലോക്ക് കിട്ടുമോ നോക്കട്ടെ. ഓക്കെ, എനിക്ക് ഓക്കെ കിട്ടി. ഓക്കെ, വുഡ് കിട്ടാൻ പാടാട്ടോ. ഞാൻ ഓൾറെഡി ഇവിടെ 2 മരമായിട്ടുണ്ട്. അയൺ കിട്ടുന്നുണ്ട്, അയൺ കൊണ്ട് നല്ല ഗുണമുള്ള കാര്യങ്ങളാണ്. ഈ പൂക്കളൊക്കെ കിട്ടിയിട്ട് വെറുതെ ഇതെന്നറിയാം. ദൈവമേ, ഞാൻ പേടിച്ചു പോയി. ഓക്കെ, ചെറി ഗ്രോ പ്രോഗ്രസ്. ഓക്കെ, നമുക്ക് ചെറിയുടെ മരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ ബ്ലോക്സ് മൈനോട് നോക്ക് നിങ്ങൾ. 251 ബ്ലോക്സാണ് നമ്മളിപ്പം മൈൻ ചെയ്തത് കേട്ടോ.
പക്ഷെ എന്താല്ലേ കഴിഞ്ഞ വീഡിയോയിൽ എത്ര ഉണ്ടായിരുന്നു ഞാനൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. ഓ ക്യാൻഡിൽസും കുറേ സാധനങ്ങളൊക്കെ കിട്ടിയല്ലോ വീട്ടിൽ. തൽക്കാലത്തിന് കുറച്ചധികം സാധനങ്ങൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇത് ഇനി ഇന്ന് കിട്ടുന്ന പോലെ ആർക്കറിയാം. എടുത്തു വയ്ക്കാം നമുക്ക്. സീഡ്സ് ഓ പോലെ ഇതെടുത്ത് വയ്ക്കുക. ഇത് ആവശ്യമില്ല. ഓക്കെ 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 ഓക്കെ. ഇവിടെയും കൂടി നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളതായി. ലെറ്റ്സ് ഗോ. ഞാൻ ഉദ്ദേശിച്ചതേ ഇപ്പം ഈ വാട്ടർ ബക്കറ്റ് ഇവിടെ നിന്ന് ഞാൻ വെള്ളം എടുക്കുന്നു, ഞാനിവിടെ കൊണ്ടുപോയി ഒഴിക്കുന്നു. ഞാൻ അവിടെ ഇപ്പോൾ കൊണ്ടുപോയിച്ചത്. ഓക്കെ, ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് വെള്ളം എടുക്കും. ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആവോ? യെസ്, ഐക്യു. ഓക്കെ, ഇപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് വെള്ളമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഇനി വെള്ളം എടുക്കാം. നോ 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 നോ. ഓക്കെ, ഇനിയിപ്പോൾ ഇഷ്ടം പോലെ വെള്ളം എടുക്കാം. വെള്ളത്തിനോട് നമുക്ക് ഇനി ഒരു നമുക്കൊരു ക്ഷാമമില്ല, ഒന്നുമില്ല. ഓക്കെ, എന്തായാലേ ഓരോൻ്റെ ഐക്യൊക്കെ യൂസ് ചെയ്ത് മണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി. ഇപ്പം നമുക്കിത് പൊട്ടിച്ചിട്ട് അതൊന്നും എടുക്കണ്ടായിരുന്നു. നമുക്കിങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് നടാൻ കുറേ കാര്യങ്ങൾ. കൃഷിഭവനായി നമ്മളിവിടെ കൃഷിഭവൻ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. കൃഷിഭവനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ ചേർന്നു. നമ്മൾ കൃഷിഭവനിൽ ഇനി കുറേ കാര്യങ്ങൾ കൊണ്ടുവരും ഇവിടെ. ഓക്കെ, നമുക്കിപ്പോൾ അൺലിമിറ്റഡ് ഇതായി. പക്ഷെ ലാവി ഇതുപോലെ കിട്ടില്ല. നമുക്ക് ഇതുവരെ ലാവിയൊന്നും കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ ആ ഒരു ഇത്. നമുക്ക് ഈ ജസ്റ്റ് തുറക്കാനും പറ്റില്ല. ഇത് മരം വന്ന് തടഞ്ഞു. ഓ സാപ്ലിങ്, ഈ സാപ്ലിങ് അയ്യോ വീടല്ലേ. ഓ മൈ ഗോഡ് ബ്രോ, ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടോ. സത്യം പറയാലോ, എനിക്കിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായോന്ന് ചോദിച്ചാണ്ടല്ലോ മക്കളെ. അയ്യോ, പറയണോ? ഇപ്പം വീണയായിരുന്നു. ഞാൻ സത്യം പറയുമെങ്കിൽ ദേഹം മൊത്തം ഒരു കുളിരങ്ങ് കോച്ചി പിടിച്ച്. എൻ്റെ ദൈവം, ഞാനത് ആലോചിക്കുക. വീണ ഇപ്പം നമ്മുടെ ഇരിക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ പോകുന്നറിയോ? 4 അയണാണെങ്കിൽ എന്താ അയ്യം പോവില്ലേ? പേടിച്ച് പോയാ ഞാൻ, പേടിച്ച് കുറെ. നമുക്ക് ഇവിടെ ഒരു മരം പിടിക്കണം. ഓക്കെ, അതും സെറ്റായി. നമുക്ക് ചെറി ബ്ലോസത്തിൻ്റെ സമയം. ഇനി സ്ലാബൊക്കെ ഉണ്ടാക്കണം. ഈ ഏരിയ ഒന്ന് കുറച്ചുകൂടി ബിഗർ ആക്കണം. ഓക്കെ, വരട്ടെ. സ്റ്റോൺസിനൊന്നും കുറവില്ല. സ്റ്റോണ് ഓക്കെ. ഇതിലെന്താ? ഓക്കെ, എൻ്റെ മോനെ ഇഷ്ടം പോലെ വുഡ്. ചെറിയാന്നുള്ളൂ. എനിക്ക് ഈ വുഡ് ഇഷ്ടമാണ് കേട്ടോ, അത് വേറെ കാര്യം. സാപ്ലിങ് അത്യാവശ്യം നല്ലതായി കാര്യത്തിൽ. ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? എനിക്കിതൊരു മനസ്സിലാവുണ്ട്. ഇതൊക്കെ എന്തുവാ? ഇതൊക്കെ ഏതാ സാധനം? ഇപ്പം മൈൻക്രാഫ്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, നമുക്ക് നമുക്കിപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം നോക്കാം. അതാണ് നല്ലത്. നമുക്ക് അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്യേണ്ടത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തു. ഓക്കെ, 24 ലോഗ്സ്, 20 ലോഗ്. സ്ലാബുകൾ വരട്ടെ കയ്യിലോട്ട്. വരട്ടെ 24. നമുക്ക് ഫുൾ സ്ലാബുകളാക്കിയിട്ട് വേണം കൊണ്ടുപോയി കച്ചവടം നടത്താം. നമുക്ക് കച്ചവടം തുടങ്ങണം ഇവിടെ. ഇത് കണ്ടോ,
ഓ ഇവിടെ വരുമ്പോഴേ അടാ ഞാൻ നേരത്തെ വീഴാൻ പോയത് ഇവിടെ. ഞാൻ പറയാലോ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ഞാൻ ഈ കളിക്കണേ. നമുക്ക് അത്യാവശ്യം ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഇതാക്കണം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. മേ ബി ഇത് കുറച്ച് സമയം എടുക്കും, കുറച്ചല്ല അധികം സമയം എടുക്കും ഇതൊക്കെ. നമ്മളിത് ഹങ്കറാണെങ്കിൽ നമ്മളധികം ഓടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹങ്കറൊന്നും അധികം പോകണമില്ല. അതൊരു വലിയ നല്ലൊരു കാര്യമാണ്. നമ്മൾ സ്ഥലം കുറച്ചധികം എക്സ്പെൻഡ് ചെയ്യണം. Orbit scale get the builder kit for hide offer. എൻ്റെ ദൈവമേ. ഓക്കെ ഗൈസ്, നിങ്ങളിത് കാണു ഗൈസ്. നമ്മൾ അത്യാവശ്യം ഇവിടെ എക്സ്പാൻഡ് ആയിട്ടുണ്ട് സ്ഥലം. നമുക്കിനി അങ്ങോട്ടും കൂടി ഒന്ന് എക്സ്പെൻഡ് ചെയ്യണം. കാരണം ഇപ്പോഴാണ് നമ്മളെ സ്ഥലത്തിനൊക്കെ ഒരു ഇത് വന്നേ കാണാനായിട്ട്. ഏതാ മോനെ ലുക്ക്. നല്ല ഐഡിയ ആണ്. നമുക്ക് ഈ സ്ലാബുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 6 പീസ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. നമുക്ക് ലാഭമുണ്ട് ഈ കാര്യത്തിലൊക്കെ. ബഗ് റോക്ക് ആയിപ്പോയി, ബഗ് റോക്ക്. ഇതെന്താണ് ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റത്തെ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. കണ്ടു നമ്മൾ മരം അവിടെ നിന്ന് മുറിക്കുമ്പോൾ അത്ര സാപ്ലിങ്സ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെ പുറത്തോട്ട് പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നോക്കിയേ, ഇപ്പോൾ കണ്ടോ വേൾഡിൻ്റെ ആ ഒരു നമ്മളിവിടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. വേറെ നമുക്കൊരു കാര്യം ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഈ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ച സാധനങ്ങളൊക്കെ വേറെ സ്ഥലത്തോട്ട് മാറ്റണം. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ എവിടെ തൊട്ട് തുടങ്ങി. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ പാട്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടോ കേട്ടോ, നമുക്ക് പെട്ടെന്ന് പിടികിട്ടും നമ്മൾ എവിടെ തൊട്ട് തുടങ്ങിയതാന്ന് നോക്കണേ. നമ്മളിപ്പോൾ കണ്ടോ നമ്മളിവിടെ എക്സ്പെൻഡ് ആക്കിയപ്പോൾ എന്താ രസം. മോബ്സ് ഒന്നും സ്പോൺ ആവാതിരിക്കണം. നമ്മൾ ടോർച്ചും കൊണ്ട് ഇറങ്ങണം. നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെയും കുറവുണ്ട്. നമുക്കൊരു ഫുഡ്, ഓ മൈ ഗോഡ്, നമ്മുടെ ആദ്യത്തെ വീറ്റ്. ലെറ്റ്സ് ഗോ. ആദ്യത്തെ നമ്മുടെ കൃഷി. ഓക്കെ, നമ്മുടെ കൃഷിയിൽ നിന്നുള്ള ആദ്യത്തെ വീറ്റ് റെഡിയാണ്. ഈ ട്രിക്ക് എങ്ങനെയല്ലേ എനിക്കൊക്കെ എൻ്റെ തലയിൽ വന്നത് ആർക്കറിയാം. നമുക്ക് ഫിഷ് റോഡൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് ഫിഷ് ചെയ്യായിരുന്നു. ഇതാണ് നമ്മുടെ ബ്ലോക്ക്. കുറച്ചധികം വുഡാണ്. ഇതെന്താണാവോ? ഓ, എന്തോ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അൺബ്രേക്കിംഗ് 2. ഓക്കെ നമുക്ക് അൺബ്രേക്കിംഗ് 2 കിട്ടി. നമ്മൾ ഈ അൺബ്രേക്കിംഗ് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ. എൻ്റെ മക്കളെ, അൺബ്രേക്കിംഗ് 2 അൺബ്രേക്കിംഗ് 2 കിട്ടി. നമ്മൾ അയൺ ലെഗിങ്സും ആയി. റൈറ്റ്, നമ്മൾ അയൺ ലെഗിങ്സ് ആയിട്ടോ. ഇതോട്ടിരിക്കട്ടെ, നമ്മുടെ ഓർമ്മയ്ക്ക് നമ്മൾ എവിടെ തൊട്ട് തുടങ്ങിയെന്ന് അറിയണമല്ലോ.
പിന്നെ നമ്മൾ ഫുഡ് ഞാൻ എത്ര നേരം എൻ്റെ കയ്യിലൊരു ഫുഡും ഇല്ല, തേങ്ങയില്ല, ഞാൻ തിന്നുമില്ല. ഓക്കെ, ഫുഡ് കിട്ടി. നമുക്ക് ആ മൂലോട്ടായിട്ട് ഒന്നിനും ടോർച്ച് കൊണ്ട് വെക്കണം. അപ്പോൾ ഇങ്ങനെ മോബ്സ് ഒന്നും സ്പോണാവാതെ ഇരുന്നോളും. ഇപ്പോൾ വെട്ടം വന്നപ്പോൾ എന്താ ചന്തല്ലേ നമ്മുടെ ബിൽഡിന്. നമുക്കിനി എന്താ പറയുക, സ്ലാബുകൾ ഇനി വേണം. രണ്ട് ലോഗുകളും ഉണ്ട്, നമുക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് നൈസായിട്ട് സ്ലാബാക്കി എടുക്കണം. നമുക്കിനി ഒരു ഹെൽമെറ്റ് മാത്രം മതി, ഒരു അയൺ ഹെൽമെറ്റ് മാത്രം മതി ഇനി ഇതിലേക്ക് ഇതാവാൻ. ഓക്കെ, ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ ചിലപ്പോൾ വീഴും അറിയാണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്കിനി ഇപ്രാവശ്യം ഈ സൈഡ് വെച്ച് പിടിക്കാം. ഇത് അത്യാവശ്യം പൊളിയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയൊരു വീഡിയോ കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, നമുക്കിനി അങ്ങോട്ടും കൂടി പോവാം. ആ ഒരു ഡയറക്ഷൻ പഠിക്കുക. പകലായി തുടങ്ങിയല്ലോ. അത്യാവശ്യം സ്ഥലം കുറച്ചുകൂടെ എക്സ്പെൻഡ് ആയി ഗൈസ്. നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, ഇപ്പം എത്രത്തോളം ഇതായി നോക്കി നോക്കി നമ്മുടെ ആ ഒരു സ്ഥലം തന്നെ കേട്ടോ. എന്തൊരു വിശാലത. നമുക്ക് ഈ രണ്ട് മരമൊക്കെ ഒന്ന് ഇനി മുറിക്കണം. ഞാൻ ഇപ്പം അതിൽ വീണായിരുന്നു. ഓക്കെ, ഇനി പെട്ടെന്ന് സാപ്ലിങ്സ് ആയി വീഴും. നമുക്ക് ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ മതി കേട്ടോ. ഓക്കെ ഗൈസ്, ഒന്ന് നോക്കൂ ഗൈസ്, നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയതാണ് നോക്കണേ. ഓക്കെ, നമ്മൾ മറ്റേ ഇതുവരെ പ്രോഗ്രസ്സിക്ക് കടന്നു, നമ്മൾ മറ്റേ ചെറിയുടെ പ്രോഗ്രസ്സിക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ സെറ്റപ്പൊക്കെ ഇനി അങ്ങോട്ട് മാറ്റണം പയ്യെ. കുറച്ചുകൂടി ബിൽഡൊക്കെ ചെയ്ത് ഇനി സെറ്റാക്കാനുണ്ട്. ഓക്കെ, ഒന്ന് നോക്കി നമ്മുടെ ആ ഒരു വേൾഡ് എത്രത്തോളം നമ്മൾ ഒറ്റ ബ്ലോക്കിന് തുടങ്ങിയൊരു ബ്ലോക്കാണ്. ഓക്കെ, അവിടെ നമ്മൾ ഇത്രയ്ക്കൊക്കെ കടന്നെങ്കിൽ ആ ഒരു വ്യൂ നോക്കി നോക്ക്. നമുക്ക് ഒരു അയൺ ഹെൽമെറ്റും കൂടി ആയാൽ നമുക്ക് ഈ വീഡിയോ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ഒരു അയൺ ഹെൽമെറ്റൊക്കെ ആവണം. അപ്പോൾ അതിനാവശ്യം അയൺ. ഓക്കെ, അയൺ അവിടെ, അയൺ ഇത്ര നേരം അവിടെ അയൺ. ഇവിടെ അയണില്ലേ? അയണുണ്ടോ? ഒരയണുണ്ട്. ലെറ്റ്സ് ഗോ. അവിടെ നമ്മളൊരു അയൺ വെച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ ഒരു ഹെൽമെറ്റും കൂടി ആയപ്പോൾ വെയിറ്റ്. ഓക്കെ, നല്ലൊരു വ്യൂ തന്നെ ആയിക്കോട്ടെ. ഫൈനലി നമ്മൾ ഒരു കിടിലൻ ഹെൽമെറ്റും നമ്മുടെ അടിപൊളിയായിട്ടുള്ള അയൺ ആർമർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മളിവിടെ നമ്മുടെ വേൾഡ് തന്നെ അത്യാവശ്യം അടിപൊളി നല്ല കിടിലൻ പ്രോഗ്രസ്സിലൊക്കെ ആക്കിയിട്ടുണ്ട്.
ഇനി ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങളാണ് ഗൈസ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റിൽ പറയാം. ഓക്കെ, ഈ സ്ഥലം ഇനി എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഇനി അങ്ങോട്ട് മാറ്റണോ ഇങ്ങോട്ട് മാറ്റണോ എന്നൊക്കെ പറയാം ഗൈസ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ബ്രോ സെക്കൻഡ് പാർട്ട് ഒരാൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബായ്.